പാർവതിക്കൊരു പ്രസന്റ്, ബർത്ത്ഡേ പ്രസന്റ് ആണ്. ആരുടെതാ പാർവതി? കൂട്ടത്തിലൊരു ലെറ്റർ ഉണ്ട്. ഇത് പിറന്നാൾ സമ്മാനമല്ല, പ്രേമ സമ്മാനമാണ്. എന്റെ പർവ്വത നന്ദിനിക്കണിയാൻ തിങ്കൾക്കല ചൂടാത്ത ശിവൻ കൊടുത്തയക്കുന്നു. അയ്യേ, ഇതൊരുമാതിരി ആധുനിക കവിത പോലുണ്ടല്ലോ. പ്രേമലേഖനാവുമ്പോ ഒരു 4-5 പേജെങ്കിലും വേണ്ടേ? ഏതായാലും നല്ല ചേർച്ച ശിവനും പാർവതിയും. അയാൾക്ക് എവിടെ ഉണ്ട്? അവിടെ നിൽക്കുന്നു. വേണ്ടായിരുന്നു, ആകെ കുളമാകുന്നാ തോന്നുന്നത്. എന്ത് കുളമാവാൻ? നീ ധൈര്യമായിട്ടിരിക്കേ. എന്റെ അഭിപ്രായത്തിൽ ഒരു 2 വരി കവിത കൂടെ വേണമായിരുന്നു, എങ്കിൽ അസലായനെ. നോക്കി ഇത് പ്രശ്നം തന്നെ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണം? പ്രേമ, മിസ്റ്റർ, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അന്ന് സോറി പറയാമെന്ന് എന്നെ ആവശ്യമില്ലാതെ കുറെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ശൃംഗാരം പറഞ്ഞൊരു കത്തും കുറെ കുപ്പിവളകളും കൊടുത്തുവിട്ടാ ഏത് പെണ്ണും വീഴുന്നായിരിക്കും. പോയോടത്തൊക്കെ അങ്ങനെ പലരും വീട് കാണും. പക്ഷെ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. എന്നെ പറ്റി അങ്ങനെ ചിന്തിക്കാൻ വേണ്ട. നടക്കും. എന്താ പ്രശ്നം? ഇയാൾക്ക് പാർവതിയോട് പ്രേമാണെന്ന്. മാനം മര്യാദയ്ക്ക് കഴിയുന്ന പെമ്പിള്ളേരെ വഴിപഴപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ. താൻ എന്തോ മൂക്കി കയറ്റി കളയൂ. ഒന്ന് പോടോ. എന്താ എന്റെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടണ്ട. അടങ്ങി ഒതുങ്ങി കഴിയാതെ ആളാവാൻ നോക്കിയാലുണ്ടല്ലോ, ജീവനോടെ ഉണ്ടാവില്ല. എടോ പന്ന തിരുമേനി, തന്റെ ഈ വിരട്ടലൊക്കെ ഇവിടുത്തെ പാവങ്ങളോട് മതി. തന്നെക്കാൾ വമ്പന്മാരെ കണ്ടിട്ടുള്ളവനാ ഞാൻ. എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ വെച്ചാണ് നമ്മുടെ നിലമേലൊക്കെ നോക്കണ്ടേ? വാ വന്നേ. വെറുതെ ജഗപൊക്കെ ഉണ്ടാക്കട്ടെ. വന്നിട്ട് ഞാനാ പറയുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. വന്നേ. വേണ്ടായിരുന്നു ചേച്ചി. ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞ പോരായിരുന്നില്ലേ? ക്രൂരതയായിപ്പോയി. പോരാത്തതിന് ആ അനിയൻ തിരുമേനിയും. നാട് മുഴുവൻ ഇപ്പൊ പാട്ടായിട്ടുണ്ടാവും. ചേച്ചി സുഭദ്രാമയുടെ തന്റെ ഇടമുള്ള മോളായി. പാവം, അയാൾ ഇനി മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും? BSc കോളേജിലെ ഹയസ്റ്റ് മാർക്കായിരുന്നു അയാൾക്ക്. വിധി. അല്ലെങ്കിൽ ഇങ്ങനൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമോ? ഈ തെറി കേൾക്കലും അടികൊള്ളലും ഒക്കെ പ്രേമത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നീ എന്താ കരുതിയത്? എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവൾ പ്രണയ വിവശയായി ഓടി വന്ന് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണമായിരുന്നോ? എടാ, അവൾ അന്തസ്സുള്ള പെണ്ണ, അതുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തത്. വേണ്ട, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആകെ നാറി. ഞാൻ എന്തായാലും ട്രാൻസ്ഫറിന് എഴുതി കൊടുക്കാൻ പോവാ. മാധവമേനോൻ സാറിന് തിരുവനന്തപുരത്ത് ഇത്രയൊക്കെ പിടിപാടുണ്ടായിട്ടും തനിക്ക് ഇവിടെ കിട്ടിയുള്ളൂ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ്. സാറിന് അറിയാലോ, അച്ഛൻ അങ്ങനെ റെക്കമെൻഡേഷൻ ഒന്നും പോകാത്ത ആളാണെന്ന്. പിന്നെ അച്ഛൻ ഒരുപാട് കാലം ഇരുന്ന കസേരയിലെ ഇപ്പൊ സാർ ഇരിക്കുന്നത്. അറിയാം, എനിക്കറിയാം. ഇപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ പഴയ ഓരോ കാര്യങ്ങള്. ആദ്യമായിട്ട് ഏതോ തിരുമേനിയുടെ ഇല്ലത്ത് കണക്ഷൻ കൊടുത്തതും, വീട് മുഴുവൻ വെളിച്ചം കണ്ട് ഇല്ലം കത്തിയെന്ന് ധരിച്ച് നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടിയതും, അങ്ങനെ ഒരുപാട്. പാസ്സായി വന്നപ്പോൾ ആദ്യമേ അച്ഛൻ പറഞ്ഞു ഇവിടെ വേണം തുടങ്ങാനെന്ന്. എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ ജനിച്ചത് ഇവിടെയാണല്ലോ. പുതിയ ജയി വന്നിട്ടുണ്ട്. അതിന് ഞാനിപ്പോ എന്തോ തിരക്കി. എന്നെയോ? എന്തിന്? എവിടെ? കുറുപ്പ സാറിന്റെ മുറിയിലുണ്ട്, അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അല്ല, ഇതാര് ശിവേട്ടനോ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഓഹോ, സ്കൂളിലായിരിക്കും അല്ലേ? അല്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ. എന്നേക്കാൾ 2 വർഷം സീനിയർ ആയിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ റാഗിങ്ങിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയത് ഈ ശിവേട്ടനാ. നേരം 2 വർഷം ഞങ്ങൾ ഒന്ന് ചേരും താമസം. പിന്നെ ശിവേട്ടൻ കണ്ടിന്യൂ ചെയ്തില്ല. ഉഴപ്പിക്കാണും, അതാ. അല്ല, അച്ഛൻ മരിച്ചു, അതുകൊണ്ടാ. അപ്പോ ഞാൻ സെക്ഷനിലേക്ക് ചെല്ലട്ടെ സാർ? വരൂ ശിവേട്ട, നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അച്ഛൻ മരിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അവന്റെ അമ്മയും മരിച്ചു. ഉണ്ടായിരുന്ന കിടപ്പാടം പോലും വിറ്റ് അനുജത്തിമാർ 2 പേരെയും അവൻ തന്നെ കെട്ടിച്ചയച്ചു. കയ്യില് മെച്ചമൊന്നുമില്ലെന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കും അനുജത്തിമാര് പോലും പിന്നെ തിരിഞ്ഞു നോക്കാറിയില്ല.
വിധിയായിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് ചാർജ് എടുത്ത എഞ്ചിനീയർക്ക് പകരം ശിവനായിരുന്നേനെ. നിദ്രയിൽ നീ വന്ന പ്രേമ, സ്വപ്നങ്ങൾ പ്രേമ, കടത്തുന്നു. ശിവൻകുട്ടിയില്ലേ? എന്തിനാ? വീട്ടിലെ കറണ്ട് പോയി. പവർ കട്ടായിരിക്കും. അല്ല, ഫ്യൂസ് പോയതാ. എത്ര പ്രാവശ്യം കെട്ടിയിട്ടിട്ടും പിന്നെയും പിന്നെ അടിച്ചു പോകുന്നു. ശിവൻകുട്ടി ഒന്ന് നോക്കിയാലേ. ഞാനില്ല കുമാര, ഓഫീസിൽ ഒരു കംപ്ലൈന്റ് എഴുതിയിട്ടാ മതി, അവരാരെങ്കിലും അയക്കും. അപ്പോഴും നിങ്ങൾ തന്നെയല്ലേ ഒന്ന് നോക്കേണ്ടത്. നാളെ മുതലല്ല. ഇയാള് പിന്നെ അവിടെ പോകുന്നു. അറിഞ്ഞില്ലായിരുന്നോ? അദ്ദേഹം ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവുക. ഭ്രാന്തെന്നല്ലാതെ എന്ത് പറയാനാ? പ്ലീസ് ശിവൻകുട്ടി, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. ആ പാർവതിക്കുള്ള പരീക്ഷയാ, അതുകൊണ്ടാ. പരീക്ഷ ആയാലും കൊള്ളാം, ടെസ്റ്റ് പേപ്പർ ആയാലും കൊള്ളാം. ഞാനില്ല എന്ന് പറഞ്ഞാലില്ല. കുമാരൻ പൊയ്ക്കോളൂ. എന്താ വന്നില്ലേ? അയാൾ ഇവിടെ ഒന്ന് പോകുവാണത്രേ. വേറെ ലൈൻമാൻ വരുമെന്ന്. വേറെ ലൈൻമാനോ? ഓ എനിക്ക് പരീക്ഷയാണെന്ന് പറഞ്ഞില്ലേ? ഓഹോ, പറഞ്ഞു. പരീക്ഷ ആയാലും കൊള്ളാം, ടെസ്റ്റ് പേപ്പർ ആയാലും കൊള്ളാം, അയാൾക്ക് വരാൻ മനസ്സില്ലെന്ന്. കുമാരേട്ടൻ വന്നേ. ആ വന്നല്ലോ. മെയിൻ സ്വിച്ച് എവിടെയാണ്? ദേ അവിടെയാ, വരൂ. ചേച്ചി വന്നു. കഴിഞ്ഞതാ? ആ, ശരിയാവോ? ഇപ്പൊ ശരിയാവും. ഞാനൊരു 5-6 തവണ കെട്ടിയതാ. കെട്ടിയിടും അടിച്ചു പോവും, കെട്ടിയിടും അടിച്ചു പോവും. എന്നാ പിന്നെ കെട്ടിയിടാതെ നോക്കിവിടായിരുന്നു. ആ അയ്യോ, അത് ശരിയാ. കുമാരൻ ഒരു കാര്യം ചെയ്യും, ആ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തേ. ആ ഞാൻ ആഫി. സൂക്ഷിച്ചു പോ, തട്ടി വിടല്ലേ. ഒരു ബ്ലേഡ് വേണം. ഒരു ബ്ലൈഡ് വേണം. ബ്ലൈഡ്. ടോർച്ചടി. ദേ, കത്തി. കത്തിയാ? ഫീസ് ഇടുമ്പോ കത്തിയാ? കത്തി. നൈഫ്, നൈഫ്. ആ, അത് ഞാൻ നൈഫ്. ഇങ്ങോട്ടടി. കുമാര, എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്താ? ഓഫ് ചെയ്തോ? ഇനി ഓരോ റൂമിലെയും സ്വിച്ച് ഇട്. വേഗം ഇട്ടേ. പോയി പോയി. ഞാൻ എല്ലാ മുറിയിലും കയറി ഇട്ട് നോക്കി, ഒരു കുഴപ്പമില്ല. പാറുവിന്റെ മുറി കയറി ഇട്ടതും അടിച്ചു പോയി. നീ ആ ടോർച്ചിഞ്ഞെടുത്ത്. ഞാൻ കൂടെ പോയിട്ട് വരാം. നിക്ക് നമുക്ക് ഈ ഫീസ് കെട്ടിയിടാം. പ്രേമൻ, ഇനി ആ ഫ്യൂസ് കുത്തിക്കൊള്ളു. എന്തായത്? ഞാനാ. എന്തിന്? ഒന്ന് കാണാൻ. ആരെ? എന്നെയോ? അപ്പോ എന്നോടുള്ള ദേഷ്യമൊക്കെ പോയോ? പോകരുത്. ഞാൻ കാരണം എങ്ങും പോകരുത്. ഇല്ല, ഇനി എങ്ങും പോവില്ല. ആട്ടെ, 25 പൈസ വെച്ച ഫ്യൂസ് അടിച്ചു പോകുമെന്ന് ആരാ പറഞ്ഞത്? പറയൂ. അത് ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന കൂട്ടുകാരികൾ. ഞാൻ ഊഹിച്ചു. ഈ പൈസ ഞാൻ എടുത്തോട്ടെ? എന്തിനാ? സൂക്ഷിക്കാൻ, ജീവിതകാലം മുഴുവൻ.
കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ അമ്മോ, അമ്മ അമ്മ അമ്മോ, അമ്മച്ചേ, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവരെന്തെങ്കിലും തരടേ. അമ്മ 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 അമ്മ, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ അമ്മോ, അമ്മ അമ്മുമ്മോ, ചില്ലറയില്ലേ ചില്ലറ തരാം, ഒരു ആൻറ്റിക്കാപ്പനാണ് ദൈവമേ. അമ്മോ, ഒരു എടാ, പ്രേമ. പാവപ്പെട്ട പിച്ചക്കാരനാണ് ദൈവമേ, എന്ത് എന്തെങ്കിലും നിനക്ക് ചെവി തല കേൾക്കുന്നില്ലേ? ചെവി കേൾക്കാം, തല കേട്ടൂടാ. അതെങ്ങനെ കേൾക്കും? ഒരുത്തനോട് അമ്മ അമ്മ എന്ന് എല്ലാവരും വിളിച്ചോണ്ടിരിക്കല്ലേ? അത് തന്നെയാ പറഞ്ഞത്. എന്തെങ്കിലും കൊടുത്തു വിട്. പാരലൽ കോളേജ് ഒന്നും ഇപ്പൊ വലിയ ലാഭത്തിലല്ല. എന്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഒന്നുമില്ല. എടാ, എന്റെ ആ മേശക്കാളും എടുത്ത് കൊടുത്തു വിടാ. ചേട്ടോ, ഈ പാവപ്പെട്ട പിച്ചക്കാരന് എന്തെങ്കിലും ഡൊണേഷൻ തരടേ. അമ്മ 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 അമ്മോ, നിർത്ത്, പാട്ട് നിർത്ത്. അമ്മുമ്മോ, ആ? ഇല്ലമ്പോ. എന്റെ പൊന്നു പ്രേമ, പിച്ചക്കാരെങ്കിലും വന്നാ മേശക്കകത്ത് ഇഷ്ടം പോലെ ചേഞ്ച് കിടപ്പുണ്ട്. എന്തെങ്കിലും എടുത്ത് കൊടുത്തു വിടണം. മേശക്കകത്തൊന്നും തപ്പേണ്ടി വന്നില്ല, മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. മേശപ്പുറത്തോ? അയ്യോ, ഇവിടെ നിന്ന് 25 പൈസ കാണുന്നില്ലല്ലോ. ഇതിന്റെ പുറത്തിരുന്ന് 25 പൈസയാണോ നീ എടുത്ത് കൊടുത്തത്? അതെ, 25 പൈസ ഇക്കാലത്ത് വലിയ തുകയല്ല. അതുമല്ല ഒരുപാട് ഷോക്കേറ്റത് പോലത്തെ പൈസ ആയിരുന്നു. എന്റെ ദൈവമേ, എന്നിട്ട് അയാൾ പോയോ? പിന്നെ പോകാതെ ഇതിനകത്ത് പിടിച്ചിരുത്തുമായിരുന്നു. അയ്യോ, ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നോക്കിക്കോ. എന്തിനു? പിച്ചക്കാരാ, അവിടെ നിന്നേ. എന്തിനാ വിളിക്കണേ? നിന്നോട് തന്നെ അവിടെ നിൽക്കാൻ. മൊന്ത കട്ടത് അറിഞ്ഞു കാണോ? എങ്കിൽ തല്ലാനായിരിക്കും. അവിടെ നിൽക്കാൻ. തല്ലി ഇവനെന്തിനാ ഓടുന്നു? ഓടിക്കരുത്, എന്നെ വെറുതെ ഓടിക്കരുത്. അവിടെ നിൽക്കാൻ. എടോ, പിച്ചക്കാരനെ റോട്ടിലിട്ട് ഓടിക്കല്ലേന്ന്. പിച്ചക്കാരനെ റോട്ടിലിട്ട് ഓടിച്ചാൽ ശിക്ഷറിയാമോ? IPC 304 വകുപ്പ് പ്രകാരം ജയിലിട്ട് പൂട്ടും. കാലേലാളിയാണെന്ന് എന്ത് ഈശ്വരാ. വികലാംഗനെ തെങ്ങിൻ തോപ്പിലിട്ട് ഓടിച്ചാൽ ശിക്ഷ വേറെയാണ് കേട്ടാ. തന്റെ മൊന്തയാണെങ്കിൽ ഞാൻ തന്നേക്കാം. പിന്നെ ഒരു പുഴുകിത്തില്ല മൊന്ത കിട്ടിയിട്ട് തിന്നാൻ മഞ്ഞ്. അപ്പൊ ചുവറായിട്ടും തല്ലാൻ തന്നെ. എടാ, ഇത് വലിയ പ്രശ്നമല്ല. ഇത് ഞൊണ്ടിയിട്ട് കാര്യമില്ല. ഞൊണ്ടൊക്കെ മാറ്റി വെച്ച് 2 കാലയിൽ ഓടാതെ നിവൃത്തിയില്ല. എടാ കള്ളത്തണ്ടി, നിന്റെ ഒടുക്കത്തെ ഒരു ഞൊണ്ട്. അയ്യോ, ഓടി വരുന്ന നാട്ടുകാരെ, പിച്ചക്കാരനെ തല്ലാൻ പറ്റേ. ഓ ദൈവമേ, പാവപ്പെട്ട പിച്ചക്കാരനെ കൊള്ളേക്കാൻ പറ്റേ. ഓടി വരണേ. എന്റെ വലിയ പറ്റിക്കരുത്. എടോ, എന്റെ കാശ്, എടോ, എന്റെ കാശ്, എടോ, തെണ്ടിക്കിറ്റിയ കാശാണ്. പിച്ചപ്പാത്രത്തിൽ കൈയിട്ട് വരണേന്ന്. അയ്യോ, എന്റെ കാശ് 10 രൂപ. ഇതിന്റെ വില നിനക്കറിയില്ലേ? എന്റെ പിച്ചക്കാരൻ പുണ്യാളാ, 25 പൈസയുടെ വില കൂട്ടിയ. ഏട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? അതും ഏതൊരു അകത്തുള്ളവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടണ്ട. എന്റെ കാര്യങ്ങൾ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. കേട്ടപ്പോ വലിയ കഷ്ടം തോന്നി. എന്ത് കഷ്ടം? കൊടുത്ത സമ്മാനങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് വാങ്ങാൻ ഒരവളുമാരും ഒരു മടിയും കാണിച്ചിട്ടില്ല. അതൊന്നും പോരാതെ അവൾക്കിനി വേളിയും വേണം. മഹാഭാവം പറയാതെ. ആ കുട്ടിയുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കില്ല എന്നാ സാവിത്രി പറയണേ. അവളുടെ ഒരു കണ്ണീര്. പോരട്ടെ, നിനക്ക് ഇല്ലിക്കല നേറ്റിയാരമ്മ ആവണല്ലടി. എരിച്ചു കളയും ഞാൻ. ഇനി ഇല്ലത്തെങ്ങാ നീ കാല് ചവിട്ടിയാൽ ഒന്ന് ഞാൻ പുഴലറിയും.
അങ്ങനെ ഒരു മരണം ഒഴിഞ്ഞു കിട്ടി. കൊച്ചു തിരുമേനിയുടെ ഓരോ ഭാഗ്യം ഓരോന്ന് സ്വയം ഒഴിഞ്ഞു തരികയല്ലേ. അല്ലാതെ വേറെന്താ വഴി? ഇതിനകത്തൊന്നും ഇല്ലല്ലോ, വേറെ തലയിലായിരിക്കും. ആ എന്താ എന്താ എന്താന്നോ മീനല്ലേ ഒച്ച വെച്ചത്? ഓ അതോ എന്തോ പുറത്ത് കടിച്ചതുപോലെ തോന്നി, അതാ. ആ അത്രേ ഉള്ളോ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. എവിടെ പോന്നു മോളെ? അമ്മ അത് അയൽ നിന്ന് തുണിയെടുക്കാനാ. മഴ വരും പോലെ തോന്നുന്നു. മോള് പോയിക്കോ, അമ്മ എടുത്തോളാം. എന്റെ പാർവതി, എത്ര നാളത്തെ ആഗ്രഹമാ. ഇടൂല്ല അമ്മ. ആള് മാറിയേ. അത്രയ്ക്കായല്ലേ?